സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാലഘട്ടം. കാരണം ഈ 2020 തുടക്കത്തിലാണ് നമ്മൾ ഈ പുളിയംകുന്നേൽ ഫാമിലി കമ്മിറ്റി രൂപീകരിച്ചത്. അതിനുശേഷം 3-4 വർഷത്തോളം നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തു കുടുംബയോഗം, പക്ഷെ നടന്നില്ല. നൗ ഫൈനലി നമ്മൾ പുളിയംകുന്നേൽ ഫാമിലിയുടെ പ്രഥമ കുടുംബയോഗം ഇവിടെ ഈ ബോട്ടിൽ പമ്പയിൽ നിന്ന് വേമ്പനാട്ട് കായലിലോട്ട്. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ഫോർമൽ ഫംഗ്ഷൻ തുടങ്ങാതിരിക്കും മുമ്പ് നമുക്ക് കമ്മിറ്റി മെമ്പേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. പുളിയംകുന്നേൽ ഫാമിലി കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ PJ ജോർജ് പപ്പ, സെക്രട്ടറി ശ്രീ ജിജോ ജോൺ, വൈസ് പ്രസിഡന്റ് ശ്രീ PT ജോസ്, ജോയിന്റ് സെക്രട്ടറി ശ്രീ PT മാത്യു, ട്രഷറർ ശ്രീ രാജു മാത്യു. ഓക്കെ അല്ലേ? നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമ്മുടെ പുളിയംകുന്നേലിലെ കൊച്ചു യേശുദാസിന് രാജ് എവിടെ, റേച്ചേട്ടൻ എവിടെ? റേച്ചേട്ടനും ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ്റെ സ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ്റെ സ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. ഭാവനാത്മാവേ നീ വരേണമേ മനസാമണി കോവിലി. നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. എനിക്ക് തോന്നുന്നു നമ്മളുടെ 3 ഫാമിലി, സോണിച്ചിന്റെ ഫാമിലിയിൽ നിന്ന് റിജ ചേച്ചി, കവിത, ഈ 3 ഫാമിലിയിൽ നിന്ന് ഒഴികെ ബാക്കി എല്ലാ ഫാമിലിയും റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ശരിയല്ലേ? ഞാൻ ആരെങ്കിലും മിസ്സാക്കിയോന്ന് അറിയത്തില്ല. എനിവേസ്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന കാലം തുടങ്ങി ഏതാണ്ട് 15 വർഷമായി. മമ്മിയും ക്ലിൻറ്റൊക്കെ ഇടയ്ക്ക് പറയുന്നതാണ് പുളിയംകുന്നേൽ മീൻസ് കപ്പാട്ടിൽ നിന്ന് ടൂറ് പോയ കഥ. അപ്പോൾ അതുപോലെ അത്രയും അനുഭവമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു അനുഭവമായി ഈ കുടുംബയോഗം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലാമ്പ് ലൈറ്റിംഗ് സെറിമണിയിലോട്ട് കിടക്കാം. നമ്മുടെ എല്ലാ കാരണവന്മാരെയും, അച്ചാമ്മച്ചി, അന്നമ്മച്ചി, മേരി പേരമ്മ, പപ്പ, മമ്മി, അവർ 5 പേരും ചേർന്ന് ഈ വിളക്ക് തെളിച്ച് ഈ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും കുടുംബാംഗങ്ങളാണ്. ആരെയും പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമില്ല. എന്നാലും ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ, ഔദ്യോഗികതയുടെ പേരിൽ എല്ലാവരെയും ക്ഷണിക്കാനായിട്ട് ഫാമിലി കമ്മിറ്റി സെക്രട്ടറി ശ്രീ ജിജോ ജോണിനെ ക്ഷണിക്കുന്നു. തുടക്കത്തിൽ പോളി സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തോമാസ് ലീഗ വന്ന കാലത്ത് ഇട്ടി നമ്പൂതിരി പുളിമരക്കൊമ്പിൽ കയറി പന്തത്തലയിൽ തോമാസ് ലീഗയെ കണ്ടു എന്നത് ഒരു സാങ്കല്പിക കഥയായിട്ടാണ് പോളി പറഞ്ഞത്. പക്ഷേ നമ്മുടെ 12 തലമുറയുടെ മുമ്പിലുള്ള നമ്മുടെ കൃത്യമായ ചരിത്രം, പുളിയംകുന്നേൽ കുടുംബം എങ്ങനെയാണല്ലേ, എവിടെ നിന്നാണ് വന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പുരാതന കുടുംബമായ നരിക്കാട്ട് കുടുംബത്തിൻ്റെ ഒരു ശാഖയായാണ് പിന്നീട് പുളിയങ്കുന്നേൽ കുടുംബം ആരംഭിച്ചത്. ജസ്റ്റ് നമ്മൾ പറയുന്ന ഒരു ചരിത്രമല്ല, വിത്ത് ഡാറ്റ, വിത്ത് എവിഡൻസ്, വിത്ത് ഫോട്ടോഗ്രാഫ്. നമ്മുടെ കയ്യിൽ നമ്മുടെ 6 ജനറേഷൻ്റെ അമ്മയുടെ അപ്പൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല ഇന്നത്തെ കാലത്ത്. എന്ന് ചാച്ചൻ കഴിഞ്ഞിട്ടുള്ള 5 തലമുറകൾ ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ബോട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറകൾ ഇപ്പം നോർത്ത് ഇന്ത്യയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു ജനറേഷൻ, അവരുടെ അപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ, അമ്മ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പക്ഷെ അവരുടെ അപ്പൻ്റെ അപ്പൻ ആരാണ്, അപ്പൻ്റെ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അത് സത്യമാണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു ദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ 6 തലമുറകളുടെ ചരിത്രം പറയുന്നു. എനിക്കിപ്പോൾ ഞാനിതൊക്കെ എഴുതി കൂട്ടി ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും കുറേയൊക്കെ കാര്യങ്ങൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള. പക്ഷേ മൂത്ത കാരണവന്മാരും എൻ്റെ ജ്യേഷ്ഠന്മാരുമായിട്ടുള്ള ആൾക്കാർക്ക് കുറേയൊക്കെ 100% ഇതിനെക്കുറിച്ച് അറിയാം. നമ്മുടെ വല്യപ്പൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കുഞ്ഞവത എന്ന് പറഞ്ഞ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞവത നമ്മുടെ വല്യപ്പനാണ്, എൻ്റെ വല്യപ്പനാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മുത്തപ്പനാണ്, ചിലരുടെ അപ്പനാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇന്ന് കൂടാൻ പോകുന്ന കുടുംബയോഗത്തിൻ്റെ ഫാമിലി ട്രീയുടെ തായ് പേര് എന്ന് പറയുന്നത് പുളിയങ്കുന്നേൽ തൊമ്മൻ. അതുകൂടാതെ കുഞ്ഞുമറിയാം, അതാണ് നമ്മുടെ ഈ ചാച്ചൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര്. അവിടെ നിന്നാണ് നമ്മളിപ്പം ഇത്രയും ഡാറ്റ എടുത്ത് വന്നിരിക്കുന്നത്. അതുകൂടാതെ അവരുടെ ജ്യേഷ്ഠന്മാരുടെ മറ്റുള്ള ബ്രാഞ്ചുകൾ നോക്കിയാൽ നമുക്ക് 3 ബ്രാഞ്ചുകളുണ്ട്. ഒരു വലിയൊരു മരത്തിൻ്റെ ആദ്യത്തെ ബ്രാഞ്ച് നമ്മുടെയാണ്. അതിന് തൊട്ട് മുകളിലുള്ള അടുത്ത ബ്രാഞ്ചാണ് തുലാപ്പള്ളി. അതിന് തൊട്ട് മുകളിലുള്ള വേറൊരു ബ്രാഞ്ചാണ് നമ്മുടെ ഇളംകുളം. ഈ പറയുന്ന 3 ഫാമിലിയും കൂടെ നമുക്ക് ലേറ്റർ ഓൺ നമ്മുടെ ഒരു സ്വപ്നം അതായിരിക്കണം. കാരണം നമ്മളിപ്പം നമ്മുടെ ഒരു ഗ്രൂപ്പിന് സ്ട്രെങ്ത് ഉണ്ട്. നമ്മുടെ സ്ട്രെങ്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മറ്റുള്ള 3 ബ്രാഞ്ചും കൂടെ നമ്മുടെ കൂടെ കൂടിയാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്ത 1000-ൽ കൂടുതൽ ആൾക്കാർ ഇതിൽ പങ്കെടുക്കും. അപ്പോൾ 4 വർഷമായിട്ട് നമ്മൾ കുടുംബയോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 2 വർഷം കോവിഡ് വന്നു. അപ്പം വക്കച്ചമ്പാപ്പൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ 2 ഫംഗ്ഷൻ നമ്മുടെ ഫാമിലിയിൽ വന്നു. അവർക്കും ആദ്യം സത്യം പറഞ്ഞാൽ അവർക്കും വളരെ നന്ദി പറയുന്നു. കാരണം ആ 2 ഫംഗ്ഷൻ ഒന്നിച്ച് വന്നുകൊണ്ടാണ് പാപ്പൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്തു. പക്ഷെ തട്ടിക്കൂട്ടി ചെയ്യുക എല്ലാവരും 4 വർഷമായിട്ട് നമ്മൾ ഇതിനോട് വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ചും നമ്മൾ 5 അപ്പന്മാരെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പം നമ്മുടെ കൂടെ ഒരേ ഒരു അപ്പനാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്, അത് വക്കച്ചൻ പാപ്പനാണ്. വക്കച്ചൻ പാപ്പനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ കൊച്ചുമക്കൾക്കും വക്കച്ചൻ പാപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ. ഒന്ന് കൈപോക്കിക്കേ വക്കച്ചൻ പാപ്പനെ അറിയാവുന്നവർ. അപ്പം കൈ വെക്കാതിരിക്കൊണ്ട് പറയും ഇപ്പോഴും. ജീവിച്ചിരിക്കുന്ന നമ്മളോടൊപ്പമുള്ള എല്ലാ ജനറേഷനെയും ഒരേ കൈകൊണ്ടോ അല്ലെ ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും അടുത്ത് വരാനിരിക്കുന്ന 2 ജനറേഷനെയും കൂടെ പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതുപോലെയുള്ള ഒരു അപ്പൻ്റെ അതുപോലെയുള്ള 4 ചേട്ടന്മാരുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. അപ്പം ഇവരെല്ലാവരെയും നമ്മൾ ഈ ഒരു നിമിഷത്തിൽ അനുസ്മരിക്കുകയാണ്. കാരണം ഇപ്പം വല്യപേരപ്പനെ കുറിച്ച് പറഞ്ഞാലും പാപ്പൻ പേരപ്പനെ കുറിച്ച് പറഞ്ഞാലും ചാച്ചയെ കുറിച്ച് പറഞ്ഞാലും എൻ്റെ അപ്പച്ചനെ കുറിച്ച് പറഞ്ഞാലും ഈ വക്കച്ചൻ പാപ്പനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പല കാര്യങ്ങളുണ്ട്. നമ്മളെ ടച്ച് ചെയ്യാതെ പോകാത്തൊരു മനുഷ്യൻ ആണെന്ന് ആർക്കും പറയാൻ പറ്റിയല്ലോ വക്കച്ചൻ പാപ്പൻ എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും ടച്ച് ചെയ്ത് പോയൊരു ആൾക്കാരാണ് ബാക്കിയുള്ള 4 പേര്. ആ 4 പേരെ പുതിയ തലമുറയ്ക്ക് അധികം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാകില്ല. അത് വെബ്സൈറ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം ആ ഡീറ്റെയിൽ അവിടെ കിടക്കും. നിങ്ങൾ പുളിയങ്കുന്നേൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കൂടിയിരിക്കുന്ന കൊച്ചു പിള്ളേരുടെ മക്കള് ഉണ്ടാകുമ്പോഴും അവരുടെ മക്കൾ ഉണ്ടാകുമ്പോഴും യൂട്യൂബിൽ കിടക്കുന്ന സാധനം അവിടെ തന്നെ കിടക്കും. അവരെന്തെങ്കിലും എൻ്റെ ഈ ഫാമിലി എവിടുന്ന് വന്നതാ, അല്ല ഞാനിത് എത്രാമത്തെ തലമുറയിലുള്ളതാ, എൻ്റെ ബന്ധു വന്നാ, ഞാൻ ആരാ, എവിടുന്ന് വന്നാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനെയാണ് ഈ ഒരു ഫാമിലി യൂണിറ്റ് കൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഡയസിലിരിക്കുന്ന എല്ലാ പാനലിലിരിക്കുന്ന എല്ലാ പാനലിസ്റ്റും മനസ്സുകൊണ്ട് കാണുന്നത്. കാരണം ഈ തലമുറയിലും അടുത്ത തലമുറയിൽ കൂടിയിരിക്കുന്ന എൻ്റെ ചേട്ടനന്മാരും എൻ്റെ പെങ്ങന്മാർക്കും എല്ലാവർക്കും ആ ഒരു ജനറേഷനിലെ ആ ഒരു ബോണ്ട് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഇപ്പോഴുള്ള ജനറേഷൻ്റെ ബോണ്ട് ഞാൻ കാണുന്നുണ്ട്. അവർക്കും നല്ല ബോണ്ടുണ്ട്. അവരെ ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കണം, ഞങ്ങളെ തള്ളിക്കളയരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് ഈ കൂട്ടത്തിൽ. നമ്മുടെ കുടുംബത്തിലെ ഇന്നത്തെ അംഗബലം എന്ന് പറയുന്നത് 116 പേരാണ് ഇപ്പോഴും. അതിലൊരു 10
പേര് നമ്മുടെ ഫാമിലി വിട്ടു പോയിട്ടുണ്ട്, നമ്മുടെ പേരൻസ് അടക്കം. അവർക്ക് വേണ്ടി നമുക്കൊരു സ്റ്റാൻഡിങ് ഒക്കേഷൻ ആകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. ഞാനും ഒന്ന് കണ്ണടയ്ക്കാണ്. അവരുടെ രൂപം നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവരിക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ ജനറേഷനിലുള്ള എല്ലാവരും തന്നെ നമ്മുടെ ഇച്ചാച്ചനെയും അമ്മച്ചയും തൊട്ടടുത്ത് അറിഞ്ഞവരാണ്. ഇച്ചാൻ ആ ചെരുപ്പ് നെരുക്കിക്കൊണ്ടുള്ള നമ്മുടെ തിണ്ണേക്കൊണ്ടുള്ള നടപ്പവും ആ ക്ലോക്കയിലുള്ള നോട്ടവും ഭക്ഷണത്തിന്റെ സമയമാവുന്ന ആ ഒരു കൃത്യനിഷ്ഠയും എല്ലാം, അതുപോലെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു അമ്മച്ചി, എല്ലാ മനുഷ്യർക്കും ഒരു സഹായമായിട്ട് ആരെയും കുറ്റം പറയാതെ ഒരു കുന്നായ്മയില്ലാതെ ജീവിച്ച ഒരു അമ്മച്ചി. അവർക്കുണ്ടായ 5 മക്കളിൽ ഇന്ന് നമ്മുടെ കൂടെ വലിയ പേരപ്പനില്ല, വലിയ പേരമില്ല. ഞാൻ ഇന്ന് നമ്മുടെ സിജോയുടെ അനീഷയുടെയും കൊച്ചിനെ കണ്ടപ്പോൾ ഞാൻ ഫോണിൽ കൂടെ ആണെങ്കിലും ഞാൻ ഒരു ആക്ഷൻ ചുമ്മാ കാണിച്ചു. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മളൊരു ആക്ഷൻ ഹീറോ ആയിരുന്നു വലിയ പേരപ്പൻ. കുഞ്ഞു പിള്ളേരെയൊക്കെയാണ്, ഇപ്പൊ സവാസിന്റെ പ്രായമുള്ള കൊച്ചിനെയൊക്കെ ആണെങ്കിൽ ഈ ഉള്ളം കയ്യിൽ എടുത്തിങ്ങനെ പൊക്കി പിടിച്ചിട്ട് എന്ന് പറയുന്ന ആളുകളാണ്. ഞാനത് എന്നൊരു പ്രാവശ്യം വെച്ചു. സവാസിനെ എന്റെ ഒരു ഐഡന്റിറ്റി, അല്ലെ ജിയോപാപ്പൻ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി സത്യം പറഞ്ഞ ആ ഒരു സംഭവമാണ് ഉണ്ടാക്കിയത്. അന്ന് പറഞ്ഞപോലെ നമ്മുടെ പേരമ്മ, നമ്മളെല്ലാം കവിയൂർ പെണ്ണമ്മ എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പേരമ്മ, ആ ഒരു ചിരിയും ആ ഒരു സന്തോഷവും ഒരു പരാതിയുമില്ല, എല്ലാവരുടെയും അടുത്ത് ഒരേപോലെ കാണുന്ന ഒരു പേരമ്മ. അപ്പൊ ആ പേരമ്മയെ നമുക്കൊന്ന് മനസ്സിൽ നോക്കാം. പിന്നെ അച്ചായൻ, നമ്മുടെ അച്ചായൻ ആദ്യം പാപ്പച്ചൻ പേരപ്പെടുന്ന് വിളിച്ചു, അത് കഴിഞ്ഞ് പേരപ്പെടുന്ന് വിളിച്ചു, അത് കഴിഞ്ഞ് എല്ലാവരും അച്ചായനെ നമ്മുടെ പാപ്പച്ചൻ പേരപ്പിനെ വിളിക്കുകയുണ്ടായി. അച്ചായൻ എല്ലാവരുടെയും നോട്ടത്തിൽ ഒരു വില്ലൻ ഹീറോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗൗരവം. പക്ഷേ ആ അച്ചായന്റെ അവസാന കാലം എല്ലാവരും ആ അച്ചായന്റെ സ്നേഹം തൊട്ടറിഞ്ഞവരാണ് ഈ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവരും. വളരെ പൊളൈറ്റായി, വളരെ ഹമ്പിളായിട്ട് എല്ലാവരോടും ഇടപെടുന്ന ഒരു നല്ലൊരു നേച്ചർ. നമ്മുടെ കുടുംബത്തിലെ ഇച്ചാച്ചൻ ബിസിനസ്സുകാരനായിരുന്നു, പക്ഷെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ച നമ്മുടെ ചാച്ച നമ്മുടെ കൂടെ ഇന്നില്ല. വളരെ സന്തോഷവും ഇതുപോലെ പല പല കാര്യങ്ങളും കൂടുമ്പോൾ എല്ലാവരെയും രസിപ്പിക്കുകയും എന്തെങ്കിലും തമാശകൾ പറയുകയും ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ ചാച്ചയുടെ ആ ഒരു നടപ്പും ആ ഒരു സംസാരവും എല്ലാം ഒരു പ്രത്യേക രീതിയാണ്. അതുപോലെ കുഞ്ഞുട്ടി പാപ്പൻ, എൻ്റെ അപ്പൻ, എല്ലാവരുടെയും കൂടി അടുത്ത ജനറേഷൻ്റെ ഏറ്റവും വലിയൊരു കൂട്ടുകാരൻ എന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയും. കാരണം ഞാനുമായിട്ടും കൂട്ടുകാരനായിരുന്നു. എല്ലാവർക്കും തോളെക്കയറ്റ് നടക്കാം, ഏത് ജനറേഷനും തോളെക്കയറ്റ് നടക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പച്ചൻ. പിന്നെ നമ്മുടെ തോമാച്ചേട്ടനെ നമുക്കറിയാം. എന്ത് വീട്ടിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവരുടെയും ഒരു വളരെ സഹായിയായിട്ട്, ഒരു കംപ്ലൈന്റ് ഇല്ല, ഒന്നുമില്ല, ആരോടും പരിഭവമില്ല, ഹമ്പിളായിട്ട് ജീവിച്ചിരുന്ന വ്യക്തി ഇന്ന് നമ്മുടെ സഹോദരനാണ്. നമ്മുടെ ഈ ജനറേഷൻ നമ്മളൊപ്പം ഇല്ല. നമുക്ക് തോമാച്ചേട്ടനെ ഒന്ന് മനസ്സിലൊരു നിമിഷം ഓർക്കാം. അതുപോലെ ഷാജിച്ചേട്ടൻ ഒരു ബിസിനസ് ട്രൈക്കൂൺ ആകണം എന്നുള്ളൊരു ആ രീതിയിൽ മുന്നോട്ട് നീങ്ങി അതിന് 100% കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഷാജിച്ചേട്ടൻ. അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും പക്ഷെ കുറെ പരാജയങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തു. ജീവിതം വേറൊരു രീതിയിലേക്ക് മാറി. പക്ഷെ നമ്മുടെ സഹോദരൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ആ സഹോദരനെയും ഷാജിച്ചേട്ടനെയും നമുക്ക് ഓർക്കാം. പിന്നീട് നമ്മുടെ കൂടെ ഇല്ലാതായ നമ്മുടെ ഒരു അടുത്ത ജനറേഷന്റെ കൊച്ചു ജനറേഷനിലെ നമ്മുടെ സ്നേഹാമ്മയുടെ ഹസ്ബൻഡ് ഇന്നിപ്പം നമ്മളോടൊപ്പമില്ല. സുരേഷിനെ നമുക്ക് ഓർക്കാം. പ്ലീസ് എല്ലാവരും ഇരുന്നോട്. അവരെല്ലാം നമ്മുടെ കാരണവന്മാരാണ്. അവരാണ് നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയത്. അവർ മൂലമാണ് നമ്മുടെ മക്കൾ ഉണ്ടായത്. ആ മക്കൾക്ക് ഇന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവര് മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെയാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് നീങ്ങുന്നത്. സ്വന്തം രക്തബന്ധം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുകയും ഒരു മനുഷ്യനെ സഹായിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ട് നമ്മൾ അങ്ങനെയാണ്. അതാണ് നമ്മുടെ ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഞാൻ 100% പറയും. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ പ്രസംഗം കൂടെ നിർത്തുകയാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടി വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. ഈ നമ്മൾ 12 ജനറേഷൻ്റെ 6 ജനറേഷൻ്റെ ചരിത്രം പറയുമ്പോഴും ചരിത്ര പുരുഷൻ നമ്മുടെ കൂടെ ഇന്നും ജീവിച്ചിരിക്കുകയാണ്, നമ്മുടെ പ്രസിഡന്റ് വക്കച്ചൻ പാപ്പൻ. ഞാൻ വക്കച്ചൻ പാപ്പനെ നമ്മുടെ ഈ ഇന്നത്തെ കുടുംബയോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാം. പിന്നെ നമ്മുടെ ജോസ് ചേട്ടൻ, നമ്മുടെ എല്ലാം ഏറ്റവും മുതിർന്ന അടുത്ത തലമുറയെ നയിക്കാനായിട്ട്, അല്ലെ വക്കച്ചൻ പാപ്പന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ചേട്ടനിയന്മാരെയും പെങ്ങന്മാരെയും നയിക്കുന്ന ഒരു വ്യക്തി, വളരെ സോഫ്റ്റാണ്. അപ്പോൾ ജോസ് ചേട്ടനെ ഞാൻ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് നമ്മുടെ ഈ കമ്മിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കൂടാതെ. പിന്നെ നമ്മുടെ മാമച്ചൻ ചേട്ടൻ ജോയിന്റ് സെക്രട്ടറി. എൻ്റെ ചെറുപ്പത്തിൽ ആ ഒരു ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ
ഒത്തിരി ഒരു വിജ്ഞാനകോശം, എന്ത് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും എന്ത് കാര്യത്തിലും ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി. മാമച്ചൻ ചേട്ടൻ ഞാൻ നമ്മുടെ ഈ കുടുംബശ്രീയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കൂടി രാഷ്ട്രീയവും നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്ന കളിയാക്കി വിളിക്കുന്ന നേതാവ് എന്നൊക്കെ 1-2 പേര് വിളിക്കുന്നത് കേട്ടു. നമ്മുടെ നേതാവും അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊളിറ്റീഷ്യനുമായ നമ്മുടെ പ്രിയപ്പെട്ട രാജു ചേട്ടനെ ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മുടെ കൂടെ. രാജു ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് ഇന്നലെ കടന്നു വന്ന ഗോർമെന്റിനെയും അതുപോലെ നിജിയെയും ഈ ഒരു ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് ജസ്റ്റ് നടന്നു വരുവാണെങ്കിൽ നിങ്ങളെ ഈ സ്റ്റേജിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. പ്ലീസ് കമ്മിങ്. ഇവരെ നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാൻ ബക്കറ്റും പാർപ്പിനെ ഇവരെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കാനായിട്ട് നമ്മുടെ പ്രസിഡന്റ് ഒരു ബൊക്ക കൊടുത്ത് അവരെ നമ്മുടെ കൂടെ സ്വീകരിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തിന്റെ ഭാഷയിലും ഹൃദയത്തിന്റെ ഭാഷയിലും ഞാൻ ഈ കുടുംബയോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.